എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ കിരണിന്റെ കല്യാണിയുടെയും നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. കാരണം നമ്മുടെ മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങളുടെ ലൈക്ക് സപ്പോർട്ടാണ് നമുക്ക് കൂടുതൽ പ്രചോദനം തരുന്നത്. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് അങ്ങോട്ട് പോയാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു. പ്രകാശനും ഭാനുമതിയമ്മയൊക്കെ ആകെപ്പാടെ തകർന്ന് തരിപ്പണായി നിൽക്കുകയാണ്. കാരണം കിരണും കല്യാണിയൊക്കെ വെല്ലുവിളിച്ചിട്ട് അങ്ങോട്ട് പോയിരിക്കുന്നത്. ഇനി അവരെന്ത് ചെയ്യാൻ മടിക്കില്ല. ഒരു പക്ഷേങ്കിൽ ആ ലക്ഷ്മി അമ്മേനെ ചെന്ന് കണ്ടെങ്ങാനും എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ വിസ്താരം കഴിഞ്ഞിട്ടില്ല. അത് 9-ാം തീയതിക്ക് മാറ്റി വെച്ചിരിക്കുക. അങ്ങനെ അവരെ വന്ന് വിസ്തരിക്കുന്ന സമയത്ത് ഇനി അവരെന്താണോ പറയാൻ പോകുന്നത്, അങ്ങനെ എന്തെങ്കിലും പറഞ്ഞാൽ താനും തന്റെ മോനും ഒക്കെ ജയിലിൽ കിടക്കേണ്ടി വരുമോ, അങ്ങനെ ഒരു ചിന്ത ഭാനുമതി മുത്തശ്ശിയുടെ മനസ്സിലുണ്ടാകുന്നുണ്ട്. പെട്ടെന്ന് അങ്ങോട്ടേക്ക് പ്രകാശിന്റെ വക്കീൽ വരുവാണ്. പ്രകാശിന്റെ വക്കീൽ എന്ന് പറഞ്ഞാൽ ലക്ഷ്മിയുടെ വക്കീലാണ്, കുടുംബ വക്കീലാണത്. അത് പക്ഷെ പ്രകാശനും ഭാനുമതി മുത്തശ്ശിക്കും അറിയത്തില്ലോ. അങ്ങനെ അങ്ങോട്ട് വരുവാണ്. പെട്ടെന്ന് ഭാനുമതി മുത്തശ്ശി ചോദിച്ചു, അല്ല വക്കീല്, ഒരു കാര്യം ചോദിക്കാണ്ട്. ഇന്ന് ആ ലക്ഷ്മി എന്ന് പറയുന്ന അവളുടെ വിസ്താരവും നടന്നില്ലോ. അങ്ങനെയാണെങ്കിൽ 9-ാം തീയതി ആയിരിക്കും നടക്കുന്നത്. ദേ അവൾ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറഞ്ഞിട്ടുണ്ടെങ്കിൽ, കോടതിയെ വിളിച്ചു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെ ഞങ്ങളെ ജയിലിലേക്ക് പറഞ്ഞു വിടുമെന്ന് ചോദിക്കുക. ഞങ്ങൾക്ക് ശിക്ഷ കിട്ടുമോ വക്കീലെന്ന് ചോദിക്കാം. അതുണ്ടാവും, അത് ഉറപ്പായിട്ടും ഉണ്ടാവും എന്ന് പറയാം. ഇത് കേട്ടുകഴിഞ്ഞപ്പം പ്രകാശം പറഞ്ഞു, അനിയിപ്പം ഞങ്ങൾ എന്ത് ചെയ്യണം? അങ്ങനെ വരാതിരിക്കണമെങ്കിൽ ഒരു വഴി മാത്രമേ ഉള്ളൂ. കാരണം ലക്ഷ്മി ഒരു കാരണവശാലും കോടതിയിൽ എത്താൻ പാടില്ല. അവർ കോടതിയിലെത്തി മൊഴി കൊടുത്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവര് വിസ്തരിച്ചിട്ടുണ്ടെങ്കിൽ, അവരോളം നടന്ന സത്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദേ അമ്മയും പോനും എല്ലാരും കൂടെ ജയിലിൽ പോയി കിടക്കേണ്ട വരുമെന്ന് പറയണം. പിന്നെ എന്നെ കൊണ്ട് പോലും ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം അറിയാലോ, ഇനി എനിക്ക് കൂടുതലൊന്നും പറയല്ല. അതെല്ലാം നിങ്ങളുടെ കയ്യിൽ തന്നെ ഇരിക്കും. നിങ്ങൾ തന്നെ വേണം കാര്യങ്ങളൊക്കെ നോക്കിയും കണ്ടും ചെയ്യാനായിട്ട്. ഒരു കാരണവശാലും അതെ ആ ലക്ഷ്മി അമ്മ അന്ന് കോടതി വരാൻ പാടില്ലെന്ന് പറയണം. ഇതോടെ പ്രകാശം പറഞ്ഞു, എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. വക്കീൽ ധൈര്യമായിട്ടിരുന്നു. ഒരു കാരണവശാലും വരത്തില്ലെന്ന് പറഞ്ഞിട്ട് പ്രകാശനും ഭാനുമതി മുത്തശ്ശിയും വിക്രമും കൂടെ അങ്ങോട്ട് പോകണം. പോകുന്ന വഴിക്ക് വിക്രം ചോദിച്ചു, അച്ഛൻ എന്ത് ചെയ്യാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്? അറിയാലോ, ദേ അവർക്ക് നല്ല സ്ട്രോങ് സപ്പോർട്ട് കിട്ടുന്നുണ്ട്. പോരാത്തന് അവരിപ്പോ ഭയങ്കര കോടീശ്വരിയാന്നാ തോന്നുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന മഹാലക്ഷ്മിനെ കാർത്തികേശ്വരി അമ്മേനെ കെട്ടണമെങ്കിൽ അച്ഛന് ഡിവോഴ്സ് കിട്ടണ്ടേ? അങ്ങനെ ഡിവോഴ്സ് കിട്ടുമോ? എനിക്ക് തോന്നുന്നില്ല. അവർ വന്ന് എന്തൊക്കെ വിളിച്ചു പറയുന്നൊന്നും അറിയത്തില്ല. അങ്ങനെ എന്തെങ്കിലും വിളിച്ചു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ഛനും മുത്തശ്ശിയും കൂടി ജയിലിലേക്ക് പോകുന്ന ചോദിക്കാം. കരുനാക്ക് വളച്ചൊന്നും പറയാതെ വിക്രം ദേ അങ്ങനെ ഒന്നും പോകത്തില്ല. ദേ കാർത്തികമോള് നമ്മളെ സഹായിക്കും, എനിക്കറിയാം. അവൾ നമ്മളോടൊപ്പം നിൽക്കും. എന്താണെങ്കിലും ഒന്നുകൊണ്ടും പേടിക്കണ്ട. എനിക്ക് ഈ വക്കീലിന്റെ കാര്യത്തിൽ ഒരു സംശയം ഉണ്ടെന്ന് പറയണേ. എന്ത്? അല്ല, ഈ വക്കീല് ചിലപ്പോൾ കഴിവില്ലാത്ത വക്കീലാണ്, തീർന്നില്ലെന്ന് ചോദിക്കുക. ദേച്ചാ വെറുതെ പറയരുത് കേട്ടോ. കഴിവില്ലാത്ത വക്കീലായതാണോ കാർത്തിക ചേച്ചിയുടെയൊക്കെ ലീഗൽ അഡ്വൈസർ ആയിട്ട് അങ്ങനെ നിയമിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ആ കാര്യത്തിൽ ഇനി അച്ഛനൊരു പേടി വേണ്ട. എന്തായാലും നല്ല വക്കീലാന്ന് എനിക്ക് തോന്നിയെന്ന് പറയാണ്. ഈ സമയം വീട്ടിലേക്ക് പോവാണ്. ദീപ കല്യാണം കിരണം. ദീപയോട് കല്യാണി വെച്ചു, അമ്മയ്ക്ക് വിഷമമുണ്ടോന്ന് ചോദിക്കാം. എന്തിന്? അല്ല വിക്രം അങ്ങനെ പറഞ്ഞേലേ. ഏയ് അത് ഞാൻ കാര്യമായിട്ട് എടുക്കുന്നില്ല. ഇപ്പൊ ഞാൻ അവനെ മോനായിട്ട് പോലും കണക്ക് കൂട്ടുന്നില്ല. കാരണം അവനെന്നാ കോടതി വെച്ചെന്നെ നാണം കെടുത്തിയോട് കൂടിയിട്ട് ദേ അവന്റെ മേലുള്ള എന്റെ സ്നേഹമൊക്കെ അങ്ങോട്ട് പോയിരിക്കുക. ഇത് കേട്ടതും കല്യാണം പറഞ്ഞു, അമ്മ ഇപ്പോഴെങ്ങനെയൊക്കെ പറയും. അല്ല മോളെ, ശരിക്കും ഞാൻ വെറുത്തുപോയി. കാരണം ഒരു മകനെന്ന രീതിയിൽ, കാരണം ഞാൻ അവനെ എത്ര കഷ്ടപ്പെട്ടാ വളർത്തിക്കൊണ്ട് വന്നതെന്നറിയോ. അവസാനം അവൻ എന്റെ തലയിൽ കയറി ഇരുന്നിട്ട് നൃത്തം ചെയ്തില്ലേ, അവനോട് എനിക്ക് പൊറുക്കാൻ പറ്റുമോ? ഒരമ്മയെ നാണം കെടുത്താൻ പറ്റുന്നതിന് മാക്സിമം തന്നെ അവൻ ഇപ്പൊ എന്നെ നാണം കെടുത്തി കഴിഞ്ഞു. വീണ്ടും എന്റെ നേരെ കൈ നോക്കിക്കൊണ്ട് വരിക. പിന്നെ മകനാണല്ലോ, എങ്ങനെയാലും ജീവിച്ചു പോട്ടെ എന്ന് ഓർത്തല്ല ഞാൻ പിന്നെ ഒന്നും പറയാത്തെ. എന്റെ കണ്ണിൽ നിന്ന് വീഴുന്ന ഓരോ കണ്ണീനും അവന് എണ്ണി എണ്ണി കണക്ക് പറയേണ്ടതായിട്ട് വരുമെന്ന് പറയണം. കല്യാണം അത് ശരിയാമ്മേ, പക്ഷെ എത്ര കിട്ടിയാലും അവനും അവന്റെ അച്ഛനും ഒന്നും പഠിക്കത്തില്ലോ എന്ന് പറയണം. അത് ശരിയാ മോളെ, പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളിനിയിപ്പോൾ അതിനെക്കുറിച്ചും ചിന്തിക്കേണ്ട. എന്നിട്ട് കിരൺ പറഞ്ഞു, ലക്ഷ്മി അമ്മ എന്തൊക്കെയോ പ്ലാൻ ചെയ്യുന്നോണെന്ന് തോന്നേ. ഉറപ്പായിട്ടും ഈ വിസ്താരം നടക്കുന്ന സമയത്ത് രണ്ടുപേരും കൂടി ജയിലിലേക്ക് പോകുന്നു പറയാ. ഇത് കേട്ട് കഴിഞ്ഞപ്പോ തന്നെ കല്യാണം പറഞ്ഞു, പക്ഷെ എനിക്ക് നല്ല സംശയം ഉണ്ടെന്ന് പറയണേ. എന്ത്? അല്ല ഇതിന്റെ ഇടയ്ക്ക് അതെ അവര് വല്ല കുതന്ത്രം ഒപ്പിക്കുമെന്ന്. ആ പ്രകാശനും വിക്രം എന്തൊക്കെ കുതന്ത്രം ഒപ്പിക്കുന്നു? അവരുടെ സ്വഭാവം നമുക്ക് നന്നായിട്ട് അറിയാവുന്നല്ലേ ചോദിക്കുക. അത് ശരിയാണ്, പക്ഷെ അങ്ങനെ എന്തെങ്കിലും കുതന്ത്രം ഒപ്പിച്ചിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അത് കൈയോടെ നമുക്ക് പിടികൂടി നമുക്ക് നശിപ്പിച്ച് കളയണം. ഒരു കാരണവശാലും അങ്ങനെയൊന്നും സംഭവിച്ചു കൂടെന്നൊക്കെ കല്യാണിയും പറയുന്നുണ്ട്. പിന്നീട് അവര് വീട്ടിലേക്ക് പോവാ. ഈ സമയത്ത് പ്രകാശൻ ആ പടം തകർന്ന മനസ്സോടെയോ വീട്ടിലേക്ക് വന്ന് കയറുന്നു. അപ്പൊ കാർത്തി അവിടെ ഉണ്ടായിരുന്നു. കാർത്തി ഓടി വന്നിട്ട്, എന്താ ചേച്ചാ കോടതി പോയിട്ട്? ദേ ആ ലക്ഷ്മി അമ്മേനെ അങ്ങനെ പൊളിച്ചടുക്കിയിട്ടാണോ വരുന്നേ? കാര്യങ്ങൾ കേൾക്കാൻ ആകാംക്ഷയെ. ദേ ഇപ്പോഴും കൂടെ അമ്മയെ അങ്ങോട്ട് ഫോൺ വിളിച്ചിട്ട് വെച്ചോളൂ. അച്ഛന്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചു. എങ്ങനെയായി, എന്തായി, കേസിന്റെ കാര്യങ്ങളൊക്കെ എന്തായെന്നൊക്കെ ചോദിച്ചോളൂ. ദേ എനിക്ക് അമ്മയ്ക്ക് അവിടെ മറുപടി കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് ഞാൻ നിൽക്കുന്നത്. മോള് ധൈര്യമായിട്ടിരുന്നു. എന്താണെങ്കിലും
9-ാം തീയതിക്ക് കേസ് മാറ്റി വെച്ചിട്ടുണ്ടെന്ന് പറയണം. 9-ാം തീയതിക്കോ? അതേന്നെ. ഇന്ന് ആ ലക്ഷ്മി എന്ന് പറയുന്ന ആ സ്ത്രീയെ വിസ്തരിക്കാനായിട്ട് പറ്റിയില്ല. അതുകൊണ്ട് 9-ാം തീയതിക്ക് മാറ്റി വെച്ചെന്ന് പറയാ. അയ്യോ അച്ഛാ, അത്ര നാളെ സമയമുണ്ടല്ലേ? അതിനിപ്പോ എന്താ മോളെ, പെട്ടെന്ന് ദിവസങ്ങൾ അങ്ങോട്ട് പോയില്ലെന്ന് ചോദിക്കുക. അതല്ലച്ചാ, അമ്മയ്ക്ക് നേരത്തെയൊക്കെ പറഞ്ഞാലേ തിരികെ അമ്മയ്ക്ക് അവിടെ നിന്ന് ഇങ്ങോട്ട് US നിന്ന് ഇങ്ങോട്ട് വരാനായിട്ട് പറ്റത്തുള്ളൂ. അതുകൊണ്ടാന്ന് പറയണ. ഓ അങ്ങനെയാണല്ലോ അല്ലേ? അതൊന്നും കുഴപ്പമില്ല, നമുക്ക് വരാനുള്ള കുറച്ച് ദിവസം മുമ്പ് പറഞ്ഞ പോരെന്ന് ചോദിക്കുക. അല്ല, കല്യാണം നടക്കൂല അല്ലേ? അതെന്താ മോളെ അങ്ങനെ പറഞ്ഞേ? അതല്ല, എനിക്ക് നല്ല ടെൻഷൻ ഉണ്ട്. ഇനിയും കൂടെ അമ്മ വന്നിട്ട് നാണം കെട്ട് പോകാൻ പറ്റില്ല. ഇപ്പൊ തന്നെ അമ്മയ്ക്ക് നല്ല സങ്കടമുണ്ട് കല്യാണം നടക്കാത്തതിന്റെ പേരില്. കാരണം അന്ന് ഇങ്ങോട്ട് വന്നിട്ട് അമ്മ ഒരുങ്ങിക്കിട്ട് എന്തൊക്കെ പ്രതീക്ഷയോട് കടന്നു വന്നെന്ന് അറിയാവോ? എന്നിട്ടല്ലേ വിവാഹം മുടങ്ങിപ്പോയെന്ന് ചോദിക്കുക. അതൊക്കെ ശരിയാ മോളെ, പക്ഷെ ഇനി അങ്ങനെ ഉണ്ടാകത്തില്ലെന്ന് പറയണം. എന്താ ഉറപ്പ്? ഒരു പക്ഷേങ്കില് അങ്ങനെ ഉണ്ടാകത്തില്ലെന്ന എന്തെങ്കിലും ഉറപ്പ് അച്ഛന് തരാൻ പറ്റുമോ എന്ന് ചോദിക്കാം. അത് പിന്നെ ഞാനല്ലേ മോളെ പറയുന്നേ, ഞാൻ പറഞ്ഞാൽ നിനക്ക് വിശ്വാസം ഇല്ലേന്ന് ചോദിക്കാം. അത് പിന്നെ അച്ഛ അങ്ങനെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ വിശ്വാസമൊക്കെ ഉണ്ട്, പക്ഷെ അതിനപ്പുറത്തേക്കല്ലേ. അതെ, അവള് വരത്തില്ല, അവള് കോടതി ഹാജരാവരുത്. അവള് കോടതി ഹാജരായിരുന്നാലോ നമ്മൾ ഉദ്ദേശിക്കുന്നതിലൊക്കെ കാര്യങ്ങൾ നടക്കുള്ളൂ. ആ ലക്ഷ്മി കോടതിയിലേക്ക് വരാതിരിക്കാൻ വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തോളാം. മോൾ അതേക്കുറിച്ചൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കണമെന്ന് പറയണം. സ്വന്തം മോളോട് ഇക്കാര്യങ്ങളൊക്കെ പറയണേ. പക്ഷെങ്കിൽ പാവം പ്രകാശൻ അത് അറിയുന്നില്ലല്ലോ. പാവല്ല, ക്രൂരനായ പ്രകാശൻ. അവന് ഇതൊന്നും അറിയുന്നില്ലോ. അവന്റെ വിചാരം എന്താ? കാരണം കാർത്തിക ലക്ഷ്മിയുടെ മോളാന്നുള്ള കാര്യമൊന്നും അറിയത്തില്ല അയാൾക്ക്. എന്താണെങ്കിലും കുറെ സമയം കഴിഞ്ഞപ്പം ലക്ഷ്മി അങ്ങോട്ട് പോവാണ്. ലക്ഷ്മി മുറി കഴിഞ്ഞ ഉടനെ മഹാലക്ഷ്മിനെ വിളിക്കുകയാണ്. ചെന്നിട്ട് പറഞ്ഞു, അതെ അമ്മേ, ഒരു കാര്യം ഉണ്ടെന്ന് പറയണേ. എന്താ കാര്യം? ദേ, പ്രകാശൻ ഇവിടെ തന്ത്രങ്ങളൊക്കെ മെനഞ്ഞു തുടങ്ങിയിട്ടുണ്ടെന്ന് പറയണ. ഇത് കേട്ടതും ലക്ഷ്മി പറഞ്ഞു, അവൻ തന്ത്രങ്ങളൊക്കെ മെനഞ്ഞു തുടങ്ങട്ടെ, അവൻ എത്രത്തോളം വരെ എത്തുമെന്ന് അറിയാലെന്ന് പറയണേ. നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയല്ല, അതിക്ക് മേലെ അവൻ തന്ത്രങ്ങളൊക്കെ മെനയാൻ തുടങ്ങിയിരിക്കുന്നത്. അമ്മേനെ മിക്കവാറും ഒന്നേ കിഡ്നാപ്പ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ മിക്കവാറും അമ്മേനെ അങ്ങോട്ട് അവസാനിപ്പിക്കാൻ തന്നെയാണ് അവൻ തീരുമാനിച്ചിരിക്കുന്നത്. അമ്മ ഒന്ന് സൂക്ഷിച്ചോളെന്ന് പറയാം. എനിക്കറിയാം മോളെ, ഇതൊക്കെ ഞാൻ മുൻകൂർ തന്നെ പ്രതീക്ഷിച്ചോണ്ടല്ലേ ഇരിക്കണമെന്ന് ചോദിക്കുക. അതുകൊണ്ട് അവൻ ഒരിക്കലെങ്കിലും ഇങ്ങോട്ട് വന്ന് കയറട്ടെ, എന്താ സംഭവിക്കാൻ പോകുന്ന അവന് കാണിച്ചു കൊടുക്കുന്നുണ്ടെന്ന് പറയണം. അമ്മ ഇതേയും വെറുവാക്ക് പറഞ്ഞല്ല. ആ പ്രകാശനെന്ന ആ ദുഷ്ടനെ കുറിച്ച് കല്യാണിയൊക്കെ കുറെ പറഞ്ഞിട്ടുണ്ട്. ദേ, എനിക്ക് കുറച്ച് നാളത്തെ എനിക്ക് കണ്ടുപോലെ ഒരു അനുഭവമില്ല. അമ്മ പറഞ്ഞു കേട്ടുള്ള അനുഭവങ്ങളൊക്കെ എനിക്കുള്ളൂ. പക്ഷേങ്കിൽ ഇത് അതുപോലെയല്ല, നമ്മൾ ഉദ്ദേശിച്ചേക്കാളും അപ്പുറമാണ്. പിന്നെ ഞാൻ വിക്രം എന്ന് പറയുന്ന അവനുണ്ടല്ലോ, അവനൊരു കൊല നടത്താൻ ശ്രമിച്ചവനും കൂടെയാണ്. അതുകൊണ്ട് ഒരു കാരണവശാലും അറിയാലോ, ഒരിടത്ത് നമുക്ക് ഒരു തെറ്റും പിഴയൊന്നും പറ്റിപ്പോയേക്കല്ലെന്ന് പറയണം. ഇതൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം മോളെ. ജീവൻ പണയപ്പെടുത്തിയാൽ കളിച്ചുകൊണ്ടിരിക്കുന്ന അറിയാം. അതുകൊണ്ടാ ഒന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ല. മോള് ധൈര്യമായിട്ട് ഇരിക്കാൻ പറയണം. ആ സമയം കിരണും കല്യാണിയൊക്കെ വീട്ടിലേക്ക് വരിക. കല്യാണിയൊക്കെ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേനും കാർത്തിയുടെ കോള് വരുന്നുണ്ട്. പിന്നെ വീട്ടിലെത്തിയെന്നൊക്കെ ചോദിക്കുക. എത്തി, എങ്ങനെ ഉണ്ടായിരുന്നെന്ന് കോടതിയിൽ. കോടതി കൊള്ളായിരുന്നു, പക്ഷേ ഇന്ന് ആ പ്രകാശനെ ശരിക്കും ഒന്നും ഞെട്ടിയിട്ടുണ്ടെന്ന് പറയാണ്. അയാൾക്ക് ഇപ്പം നല്ല പേടിയുണ്ട് ഉള്ളിലെന്ന് പറയാണ്. ഇത് കേട്ടതും കാർത്തി പറഞ്ഞു, അത് ശരിയാ, ഒരു പേടിയും ഭയമൊക്കെ ഉണ്ട്, പക്ഷേങ്കിൽ അയാളുടെ സ്വഭാവം ആയതുകൊണ്ട് പറയാൻ പറ്റില്ല. ഇത് കേട്ടോണ്ട് വന്ന് കിരൺ പറഞ്ഞു, കാർത്തികെ സൂക്ഷിച്ചോളം പറയണം ലക്ഷ്മിയമ്മയോട്. അയാളെ കുറിച്ച് ശരിക്കും അറിയത്തില്ലാഞ്ഞിട്ടാ. അതൊക്കെ അയാൾ ഇപ്പോഴും തന്നെ സ്കെച്ച് ചെയ്ത് കഴിഞ്ഞു. എന്റെ അമ്മേനെ തീർക്കാനാന്ന് തോന്നുന്നു അയാളുടെ പ്ലാന്. തീർക്കാനാ? അതെ, അതെന്തായാലും നടക്കാൻ പോകാത്ത കാര്യാ. അയാൾ എന്താ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് എന്റെ അമ്മയെക്കുറിച്ച്? പണ്ടത്തെ എന്റെ അമ്മയാ. കാരണം അയാളുടെ കാൽക്കീഴി വളർന്നുകൊണ്ട് ആ അമ്മയാന്ന് ഓർത്തോണ്ടിരിക്കുന്നത്. പക്ഷെ ഇപ്പോൾ ആളാകെ മാറി എന്നുള്ള കാര്യം അയാൾക്ക് ഇനിയും മനസ്സിലായിട്ടില്ല. അയാൾ ശരിക്കും കളി കാണാനായിട്ട് അങ്ങോട്ട് പോകുന്നുള്ളൂ. ഇനി എന്താ സംഭവിക്കാമെന്ന് നമുക്ക് കണ്ടറിയാന്നൊക്കെ കാർത്തികൻ പറയാണ്. ഈ സമയം പ്രകാശൻ ആപ്പാ ടെൻഷനില്ല. എങ്ങനെയെങ്കിലും ലക്ഷ്മിയുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണം. അതിനിപ്പോൾ ആരെ പോയി കാണണം? പിന്നീടാണ് രാജപ്പണ്ണന്റെ മുഖം മനസ്സിലേക്ക് വരുന്നത്. പെട്ടെന്ന് തന്നെ പ്രകാശൻ രാജപ്പണ്ണനെ വിളിച്ചിട്ട് പറഞ്ഞു, എനിക്ക് രാജപ്പണ്ണ അത്യാവശ്യമായിട്ടൊന്ന് കാണണമെന്ന് പറയാം. എന്താ പ്രകാശം ഈ സമയത്ത്? എനിക്ക് കാണണം എന്നാന്ന് പറയണം. അങ്ങനെ പ്രകാശൻ രാജപ്പണ്ണനെ കാണാൻ പോവാണ്. ചെന്നിപ്പോൾ രാജപ്പണ്ണൻ ചോദിച്ചു, എന്താ എന്റെ പണത്തിന്റെ കാര്യമൊക്കെ എങ്ങനെയായി? അതൊക്കെ തരാന്ന് പറഞ്ഞില്ലേ? അതൊക്കെ തരണമെങ്കിൽ അതിനു മുമ്പ് ചില കാര്യങ്ങളൊക്കെ നടക്കേണ്ടതായിട്ടുണ്ടെന്ന് പറയും. എന്ത് കാര്യങ്ങൾ? ഞാൻ പറയുന്ന പോലെ അണ്ണൻ അനുസരിക്കുമോ? അങ്ങനെയാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ അണ്ണന്റെ പണം തിരിച്ചു തരാന്ന് പറയണം. എന്താണെങ്കിലും പറ. അതെ, ആ ലക്ഷ്മി അവൾ ഒരു കാരണവശാലും കോടതി വരാൻ പാടില്ല. എനിക്കിന്ന് ഡിവോഴ്സ് കിട്ടണ്ടായിരുന്നു. പക്ഷേങ്കില് അവൾ എന്തേലും വാ തുറന്നിട്ടുണ്ടെങ്കിൽ ശരിയാകത്തില്ല. അതുകൊണ്ട് ഒരു കാരണവശാലും അവള് വരില്ലേ കോടതിയിൽ. അങ്ങനെ അവൾ വരാതിരിക്കുവാണെങ്കിൽ രക്ഷപ്പെട്ടു. അപ്പൊ അതിന്റെ കാര്യങ്ങളൊക്കെ വേണം ചെയ്യാനായിട്ട്. അതിന് അണ്ണൻ എന്നെ സഹായിക്കുമെന്ന് ചോദിക്കുക. ഞാൻ എന്ത് സഹായം ചെയ്തണ്ടേ? അവളെ അങ്ങ് തീർത്ത് കളഞ്ഞേക്കണം. അവൾ ഒരിക്കലും ഈ ഭൂമി ജീവിച്ചിരിക്കില്ല. അവൾ ജീവിച്ചിരിക്കുന്ന എനിക്ക് ആപത്താന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും എന്ത് ചെയ്യണമെന്ന് അറിയില്ലാതെ അന്തം വിട്ട് നിൽക്കുവാണ് രാജപ്പണൻ. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ നമ്മൾ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.